സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രഞ്ജിനി വെളിപ്പെടുത്തിയ ചില കാര്യങ്ങളുണ്ട്. നമ്മളെല്ലാം ഞെട്ടി എന്നാണ് വിചാരിക്കുന്നത്. ഒരു ഞെട്ടലുമില്ല, ഒരു തൊട്ടലുമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ സിനിമയിൽ ഉള്ളതാണോ? ഇതൊക്കെ ഉണ്ട്, പക്ഷെ ആരും തുറന്നു പറയത്തില്ല. മെയിൻ നടിമാർക്കൊക്കെ നല്ല രീതിയിൽ വാതിലിന് മുട്ടൽ അനുഭവപ്പെട്ടിട്ടുണ്ട്. ചില ആൾക്കാരെയൊക്കെ പിടിച്ചു വെച്ചിട്ടുണ്ട്. എന്നിട്ടും ഇവരൊന്നും വന്ന് പറയാൻ തയ്യാറല്ല. കാരണം എന്താണ്? അവരുടെ ഇമേജിന് കോട്ടം തട്ടിയാലോ? അതുമാത്രവുമല്ല, ഇപ്പം എല്ലാം കുടുംബമായിട്ട് ജീവിക്കുന്നതല്ലേ. ഇനിയിപ്പോഴും മറ്റോ മുട്ടീനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ നാണക്കേടല്ലേ. അതുകൊണ്ട് മിണ്ടാതിരിക്കുന്നതാണ്. പിന്നെ രഞ്ജിനി പറഞ്ഞ മറ്റൊരു ഗുരുതരമായ ഒരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതോ ഒരു സെറ്റിൽ രഞ്ജിനി കണ്ടൊരു കാഴ്ച, ഒരമ്മയെയും കുഞ്ഞിനെയും കൊണ്ടുവന്ന് താമസിപ്പിച്ച സംവിധായകനാണോ എന്നറിയില്ല ഒരാൾ. അയാളെ കൃത്യമായിട്ട് പിടികൂടണം എന്നാണ് ഞാൻ പറയുന്നത്. അതായത് അയാൾക്കെതിരെ കേസ് എടുക്കണം. ഈ കുട്ടീനെ അയാൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ കേസ് എടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ രഞ്ജിനി അഭിനയിച്ച സിനിമ ഏതാണെന്ന് നമ്മൾ എവിടെയും ഗൂഗിളിലൊന്നും തപ്പിപ്പോണ്ട ആവശ്യമൊന്നുമില്ല. വിരലിലുണ്ടാവുന്ന സിനിമകൾ മാത്രമേ രഞ്ജിനി അഭിനയിച്ചിട്ടു. ഒന്നോ രണ്ടോ മൂന്നോ ആ സിനിമയിൽ മാത്രമേ രഞ്ജിനിനെ ഞാൻ കണ്ടിട്ടുള്ളൂ. വേറെ എവിടെയും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ കൃത്യമായിട്ട് നമുക്കത് കണ്ടുപിടിക്കാൻ ഒരു പ്രയാസവും ഇല്ല. അത് ഏത് സിനിമയാണെന്ന് കണ്ടുപിടിക്കാൻ ഈസിയാണ്. പിന്നെ മറ്റൊരു കാര്യം പറയുന്നത്, അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് ഈ ഉദ്ഘാടനത്തിന് പോകുന്ന നടിമാരെ ചില ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട് എന്ന്. ഇത് കേട്ടപ്പോഴെനിക്ക് ചിരിയാണ് വന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ മുതലാളിമാർ ചിലതൊക്കെ, എല്ലാവരെയും ഇല്ലാട്ടാ, ചില മുതലാളിമാർക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമാ താരങ്ങളാ ഇതിനു വേണ്ടിയിട്ട് മാത്രമാണ് ഉദ്ഘാടനത്തിന് വിളിക്കുന്നതും അവൻ ഷോപ്പ് തുടങ്ങുന്നത് വരെ ഇതിനു വേണ്ടിയിട്ടാണ്. പിന്നെ ഇങ്ങനെയുള്ള സിനിമാ താരങ്ങളെ വിളിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അവരുമായിട്ട് വല്ലതും നടക്കുമോ? അങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടി പേയ്മെൻറ്റ് തരാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരിപാടികളാണ്. ഇതൊക്കെ നടക്കുന്നുണ്ട്, ഒരുപാട് നടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ചില സെലിബ്രിറ്റികളെല്ലാം ഡിന്നറിന്, അതുപോലെ തന്നെ പാർട്ടിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ദുബായിലേക്കെല്ലാം പറക്കുന്നില്ലേ? എന്തിനാ? സെലിബ്രിറ്റികൾ എന്ന് പറയുന്ന സിനിമാ താരങ്ങൾ മാത്രമല്ല, ചില മോഡലുകളുണ്ട്, തുണിയഴിച്ചാടുന്ന ചില കൊച്ചമ്മമാരുണ്ട്. ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിന്നറിന് എന്നൊക്കെ പറഞ്ഞിട്ട് ദുബായിലേക്കൊക്കെ പറക്കുന്നില്ലേ? എന്തിനാ പറക്കുന്നത്? അവിടെ ദുബായ് കാണാൻ വേണ്ടി പോന്നിയാ? അല്ല അവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോന്നിയാ? വീഡിയോ ചെയ്യാൻ വേണ്ടി പോന്നിയാ? ഒന്നുമല്ല. അതായത് ഏതെങ്കിലും ഒരു മുതലാളി വിളിച്ചിട്ടാണ് പോകുന്നത്. ആ മുതലാളിയുടെ കൂടെ ഒരു പാർട്ടി, രാത്രി ഒരു ശയനം, അതാണ് ഉദ്ദേശിക്കുന്നത്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുതലാളിക്ക് നാളെ പോയിട്ട് കൂട്ടുകാരെടുക്കുന്ന ബീം പിളക്കണം. അതെ, ഞാൻ ഇന്നലെ മറ്റേ നടീൻ്റെ കൂടെയായിരുന്നു. എന്താ മോനെ, ഇങ്ങനെയൊക്കെ ബീം പിളക്കാൻ വേണ്ടിയിട്ട് കുറേ ബഡായി രാമൻ മണ്ടം മുതലാളിമാരുടെ നമ്മളെ സമൂഹത്തിലുണ്ട്. നമ്മളെ ഈ സമൂഹത്തിലുണ്ട്. ഇവന്മാർക്കെല്ലാം എന്ന് പറഞ്ഞാൽ മുടിഞ്ഞ പൈസയാണ്. അത് ഏറ്റവും വലിയ കഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഒരു ബുദ്ധി ഉണ്ടാവില്ല, പക്ഷേങ്കിൽ കോടികളുടെ പൈസ ഉണ്ടാവും ഇവരുടെ കയ്യിൽ. ഇതെങ്ങനെയാണ് തീർക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ എന്താ പറയേണ്ടത്, ഒരു എത്തുംപിടി ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ചില ആൾക്കാരൊക്കെ നഷ്ടത്തിലായാലും ഒരു ഷോപ്പ് തുടങ്ങും. ആ ഷോപ്പ് തുടങ്ങിയിട്ട് നല്ല സെലിബ്രിറ്റിനെ കൊണ്ടുവരും. ആ സെലിബ്രിറ്റിനെ പിന്നെ കറക്കി എടുത്തിട്ട് എങ്ങനെയെങ്കിലും റൂമിലെത്തിക്കണം. ഇങ്ങനെ പ്ലാൻ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതുകൊണ്ട് സെലിബ്രിറ്റികളോട് ഞാൻ പറയുകയാണ്, നിങ്ങൾ ചില ആൾക്കാരുടെ അടുത്ത് പോകുമ്പോൾ നിങ്ങൾക്ക് പൈസ കിട്ടും, പക്ഷെ വളരെയധികം സൂക്ഷിച്ചോ, നിങ്ങളുടെ പേര് പോലും ദോഷമാവും. അതാണ് അവൻ പറഞ്ഞ് നടക്കും. അതാണ് എനിക്ക് ഈ ഞാൻ കുറച്ച് നാൾ മുമ്പ് കേട്ട ഒരു സംഭവമാണ്. ഒരു മുതലാളി ഇതേപോലെയാണ്. കാരണം അയാൾക്ക് എന്ന് പറയുന്നത് എല്ലാ നടിമാരെയും വേണമെന്നാണ് പറയുന്നത്. അതിനു വേണ്ടിയിട്ട് അയാൾ എത്ര ലക്ഷങ്ങൾ മുടക്കാനും തയ്യാറാണ്. അപ്പോൾ ഈ ദുബായിൽ പോയിട്ട് ചില ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശയിക്കുന്നുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. അതായത് കുറച്ച് നാൾ മുമ്പ് ഈ അനാർക്കലി മരക്കാർ എന്ന് പറയുന്ന ഒരു നടി വന്നിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. നടിയെ ഇതുപോലൊരു പാർട്ടിക്ക് ഒരു മലയാളി ബിസിനസ്സുകാരൻ വിളിച്ചതാണ്. അങ്ങനെ വിളിച്ചിട്ട് പോയി പാർട്ടിയൊക്കെ കഴിഞ്ഞ് നടി വിചാരിച്ചു, എനിക്കെന്തിനാണ് പാർട്ടി തരുന്നത്? അല്ല, വല്ല ആവശ്യമുണ്ട്, ഞാൻ അത്ര വലിയ നടിയൊന്നും അല്ല, എന്നിട്ടും എന്നെ പാർട്ടിക്കൊക്കെ വിളിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് നടി ഇങ്ങനെ ആലോചിക്കുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോഴേ ഇയാളുടെ മാനേജർ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയ ഒരാൾ വന്നിട്ട് പറഞ്ഞു, രാത്രിക്കുണ്ടാവില്ലേ, ഉണ്ടെങ്കിൽ നമ്മൾ എക്സ്ട്രാ പേ ചെയ്ത് തരാട്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. രാത്രിക്ക് എക്സ്ട്രാ പേയോ? അപ്പോൾ രാത്രിക്കും പാർട്ടി ഉണ്ടോ ചേട്ടാന്ന് ചോദിച്ചു. അല്ല, പാർട്ടിയല്ല, മുതലാളിയുടെ കൂടെ ഒരു ജോയിനിങ് ട്രിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവനിങ്ങനെ ഉരുണ്ട് കളിക്കുന്നത്. ഏതായാലും അനാർക്കലിക്ക് തോന്നി ഇതെന്താണെന്ന് അറിയണമല്ലോ. അതിനു വേണ്ടിയിട്ട് ചോദിച്ചപ്പോഴാണ് പറയുന്നത്, മുതലാളിക്ക് ഇന്ന് രാത്രി കൂടെ കിടക്കണം, അതിനു വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് വേണമെങ്കിൽ എക്സ്ട്രാ പേ ചെയ്യാം. ഇതാണ് ഈ മാനേജർ ഒന്ന് പറഞ്ഞത്. എന്തൊരവസ്ഥയാന്ന് മലയാളികളെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കറാ. ഇമ്മാതിരി തെമ്മാടിത്തരല്ലേ ഇവന്മാരൊക്കെ ചെയ്യുന്നത്? കുറേ പൈസയും പോക്കറ്റ് ഇട്ടിട്ട് ഇവന്മാർ ചെയ്യുന്ന തെമ്മാടിത്തരത്തിന് അയ്യോ കഷ്ടം. ഇവൻ്റെയൊക്കെ ഭാര്യമാരുടെയും മക്കളുടെയൊക്കെ അവസ്ഥ എന്താണ്?
ആലോചിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഇവൻ്റെയൊക്കെ ഭാര്യമാരൊക്കെ ഇവനെയൊക്കെ എന്ന് പറഞ്ഞാൽ എന്നാ പറയേണ്ടത്, ഏത് തരത്തിലാണ് കാണുന്നുണ്ടാവുക? അതാണ് ഞാൻ ആലോചിക്കുന്നത്. ഇമ്മാതിരി തോന്നിയവാസം കളിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കുറേ ആൾക്കാർ ഒരുങ്ങി കെട്ടിയിട്ട് നേരെ ദുബായിലേക്ക് വരുന്നത്, വേറെ ഒന്നിനുമല്ല. പിന്നെന്ന് പറഞ്ഞാൽ ചില ടീമുകൾ ഇങ്ങനെയാട്ടോ. ചില ടീമുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വിദഗ്ധന്മാരാണ്. അതായത് അവർക്കെന്ന് പറഞ്ഞാൽ 5 പാർട്ട്ണർ 5 പേർക്കും വേണം. അതാണ്, അങ്ങനെയുള്ള ടീമും ഉണ്ട്. അപ്പോൾ അതിനൊക്കെ എക്സ്ട്രാ പൈസ ഉണ്ട് കേട്ടാ. ഒരു രാത്രി കൊണ്ട് ലക്ഷങ്ങളാണ് മറിയുന്നത്. അങ്ങനെയാണ് ഇവിടെ സിനിമ ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലാതെ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ട് ഒരു നക്കാപ്പിച്ച 30,000 40,000 കിട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ? ഒന്നുമില്ല. ബാക്കിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൾഫിൽ പ്രോഗ്രാം, ഗൾഫിൽ പാർട്ടി, ഗൾഫിൽ ഉദ്ഘാടനം, ഇതൊക്കെയാണ് അവരുടെ പരിപാടി. അപ്പോൾ ഇങ്ങനെയാണ് സംഭവങ്ങൾ. അവരൊക്കെ പൈസ ഉണ്ടാക്കുന്നത്. നിങ്ങളെന്താ വിചാരിച്ചത്? അതുകൊണ്ടല്ലേ 2 സിനിമ കഴിഞ്ഞ് 3 സിനിമ കഴിഞ്ഞ് 4ാമത്തെ സിനിമ ആകുമ്പോഴേക്കുണ്ടാവും മറ്റേ BMW ഇങ്ങനെ കറങ്ങുന്നതാണ് ചില ആൾക്കാർ. പാപ്പരാശികൾ പറയുന്നതെന്ന് നമ്മൾ പറയുന്നൊന്നുമല്ല. ഇതാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയേണ്ടത്, ഒരു പിന്നെ ഈ ഒരു ഒച്ചപ്പാട് മാത്രം ഉണ്ടാവും. അത് കഴിഞ്ഞ് ഒന്നും ഉണ്ടാവില്ല. ഇപ്പം തന്നെ തീർന്നില്ലേ? ഇപ്പം തന്നെ കുറേശ്ശെ തീരാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. അതാണ്. ഇനിയിപ്പം ജനങ്ങൾ വേറെ വാർത്തേൻ്റെ കൂടെ പോകും. അപ്പോഴെന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ മുങ്ങിക്കൊണ്ടിരിക്കും. അത്രയേ ഉള്ളൂ. എല്ലാ ഫീൽഡിലും ഉണ്ട്. സിനിമാ ഫീൽഡിൽ കുറച്ച് കൂടുതലാണ്. അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമല്ല. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോ പറയാം. നിങ്ങൾ നോ പറയണം. അതല്ല, ഒരിക്കലും ഇവൻ ചോദിക്കാൻ പാടില്ല. അതാണ് വേണ്ടത്. അതിനെന്ത് ചെയ്യാൻ പറ്റും? അതാണ് പിന്നെ നമ്മളെല്ലാം തയ്യാറെടുക്കേണ്ടത്. ഒരു പെണ്ണിനെ കാണുമ്പോഴേ ഒരുത്തൻ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടോ ഇങ്ങനെ ചോദിക്കരുത്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ഈ മുൻനിരയിലുള്ള 4 എണ്ണം താഴെ കിടക്കണം. അങ്ങനെയുള്ള ഒരു ഇതിലായിരിക്കണം പിന്നെ അങ്ങനെ പോകുന്നത്. അങ്ങനെയായി കഴിഞ്ഞാൽ ഈ ഒരു സംഭവം വിജയിച്ചു എന്ന് നമുക്ക് പറയാം. ഇല്ലെങ്കിൽ ഇതൊരു താൽക്കാലിക പ്രതിഭാസം തന്നെയാണ്. കാരണം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാരുണ്ടെന്നേ. അപ്പോൾ ഈ നോ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. ഇപ്പോൾ 10 ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ 9 ആൾക്കാർ നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10ാമത്തെ ആൾക്കാർ യെസ് പറയും. അത് ഉറപ്പാണ്. അല്ലാതെ ഇതൊന്നും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത്? ഇപ്പോൾ നമ്മൾ കാണുന്നില്ലേ, പൈസക്ക് വേണ്ടിയിട്ട് എത്ര ആൾക്കാർ തുണിയുരിഞ്ഞ് കാണിക്കുന്നുണ്ട് മറ്റേ ഇതിൻ്റെ അകത്ത് ലൈവിൽ, നട്ടവാതിരൊക്കെ ലൈവിൽ വന്നിട്ട്. അതെന്ന് പറഞ്ഞാൽ ഈ മെമ്പർഷിപ്പാണ്. ആ മെമ്പർഷിപ്പും വാങ്ങിച്ചിട്ട് ഇത് കാണാനും. ഇതിനിടയ്ക്ക് ഞാൻ നോക്കുമ്പോൾ ഞാൻ ഞെട്ടിപ്പോയായിരുന്നു. ഒരുത്തം വില കൂടിയ സമ്മാനങ്ങൾ അയച്ചു കൊടുക്കുന്നത്. അതായത് ഇവൻ്റെ തന്തക്കും തള്ളക്കും ഒരു സാധനവും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടാവില്ല. ഇങ്ങനെയുള്ള ടീമുകളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് വില കൂടിയ സമ്മാനങ്ങൾ. അപ്പോൾ ഇതൊക്കെയാണ് ഇങ്ങനെ സമൂഹത്തിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം പൂർണ്ണമായിട്ട് നാളെ തന്നെ റെഡിയാക്കി തരാം. ഇത് ഈ സിനിമാ മേഖല നാളെ തന്നെ റെഡിയാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല. എല്ലാവരും അവനവനെ സൂക്ഷിക്കുക, അത് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ അകത്തെന്ന് പറഞ്ഞാൽ പോന്നവനും പോകാത്തവനും എല്ലാവരും ഉണ്ടാവും. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സൂക്ഷിക്കുക, അത്രയേ ഉള്ളൂ. വിദേശങ്ങളിൽ പോകുന്നവർ പ്രത്യേകിച്ച്. പിന്നെ പോകുന്നവർ പോയിക്കോ, ഇച്ചിരി സ്വർണവും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാലോ. അതിന് വേണ്ടിയിട്ടാണ് ഈ ഓടുന്നേ, വേറെ ഒന്നുമല്ല. അപ്പോൾ ഈ ദുബായിലാണ്. ഞാൻ ദുബായിൽ പോയിട്ട് ദുബായിൽ പോകുന്നത് ഉദ്ഘാടനത്തിനാണ്, പിന്നെ പാർട്ടിക്കാണ് എന്നൊക്കെ പറഞ്ഞ് പോകുന്നവരെ നിങ്ങളൊന്ന് സൂക്ഷിച്ചു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നന്ദി, നമസ്കാരം.